നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുള്ള കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതിയുടെ വിധിന്യായം. അതിജീവിതയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു. ക്വട്ടേഷൻ നൽകിയത് ഒരു മാഡമാണെന്ന സുനിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടന്നില്ല. ദൃശ്യങ്ങളിൽ വിവാഹമോതിരം ഉണ്ടെന്ന വാദം തെറ്റാണ്. ആക്രമണത്തിനു ശേഷമാണ് വിവാഹ നിശ്ചയം നടക്കുന്നത്. ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡിലെ 8 ഫയലുകൾ സുരക്ഷിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു. ഷപ്ന, ഈ ആദ്യത്തെ കാര്യം തന്നെ ഈ കേസിൽ കുറ്റക്കാരെ കണ്ടെത്തിയ അന്ന് മുതലുള്ള ചോദ്യം, 7ാം പ്രതി മുതലുള്ള, പ്രത്യേകിച്ച് ദിലീപ്, 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ കോടതി എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി, എന്തുകൊണ്ട് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇപ്പോ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാരണങ്ങളടക്കം പുറത്തു വരുന്നു. ഷപ്ന, സേതു, തീർച്ചയായും കോടതി ഉത്തരവ് നമുക്ക് പൂർണ്ണമായും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കോടതി ഇതിൽ അന്വേഷണ സംഘത്തിനെയും അതോടൊപ്പം തന്നെ അതിജീവിതയുടെ മൊഴിയിലെ പൊരുത്തക്കേടിനെയും എടുത്തു പറഞ്ഞാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. അന്വേഷണത്തിൽ അപാകത അല്ലെങ്കിൽ ന്യൂനത സംഭവിച്ചു എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. പ്രധാനമായും ദിലീപിനെ കുറ്റവിമുക്തനാക്കാനായി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില വാദങ്ങൾ ഇത്തരത്തിലാണ്. പൾസർ സുനി ഈ ആക്രമണം നടത്തുമ്പോൾ നടിയോട് ഒരു മാഡം പറഞ്ഞിട്ടാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് പറഞ്ഞിരുന്നു എന്ന് ഈ നടി മൊഴി നൽകിയിരുന്നു. ആദ്യ കുറ്റപത്രത്തിൽ അത്തരത്തിലുള്ള ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ മാഡം ആരാണ്, അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല. അത് വലിയ ന്യൂനതയായി തന്നെ എടുത്തു പറഞ്ഞാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതാരാണ് എന്നത് സംബന്ധിച്ച് ഈ നടിയുടെ മൊഴിയിലുണ്ടെങ്കിലും അതേക്കുറിച്ച് ഒരു അന്വേഷണത്തിലേക്കും പോകാതെയാണ് അന്വേഷണ സംഘം ഈ കുറ്റപത്രം സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു തെളിവായി അല്ലെങ്കിൽ ഈ കേസിലെ തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഗോവയിൽ വെച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ സുനി പ്ലാൻ ഇട്ടിരുന്നു, പദ്ധതി ഇട്ടിരുന്നു എന്നതാണ്. എന്നാൽ ഗോവയിൽ താമസിച്ചതിനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലെ തെളിവുകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഗോവയിൽ ഈ നടി പൾസർ സുനിക്കൊപ്പം സഞ്ചരിച്ചു എന്ന് പറയുന്നു. അതിൽ യാതൊരുവിധ സംശയവും നടി ഉന്നയിക്കുന്നില്ല. അതേക്കുറിച്ച് നടിയുടെ മൊഴിയിലൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആക്രമണം നടത്തുമ്പോൾ നടിയുടെ വിവാഹ മോതിരം ദൃശ്യങ്ങളിൽ പതിയണമെന്ന് ദിലീപ് കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു പൾസർ സുനി പറഞ്ഞിരുന്നത്. വിവാഹ മോതിരം ഈ വിവാഹ മോതിരം അത് ആദ്യഘട്ടത്തിലെ കുറ്റപത്രത്തിലോ ആദ്യ മൊഴികളിലോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പരാമർശമില്ല. പിന്നീട് രണ്ടാമത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഈ വിവാഹ മോതിരം എന്ന വസ്തുത തന്നെ വരുന്നത്. എന്നാൽ ഈ കുറ്റം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ നടി വിവാഹ നിശ്ചയം നടത്തുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതോ വിവാഹ നിശ്ചയം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വിവാഹ മോതിരം അല്ലായിരുന്നു എന്ന കണ്ടെത്തലാണ് ഇത്തരത്തിൽ കോടതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വാദവും കോടതി ഖണ്ഡിക്കുകയാണ്. മറ്റൊന്ന്, 2013 ഇതിൻ്റെ കൊട്ടേഷൻ ആരംഭിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. 2013 മുതൽ പിന്നീട് ഇതിനു വേണ്ടിയുള്ള സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ പൾസർ സുനി ഇത്രയും വൈകിയത് 2017 വരെ ഇത് വൈകിപ്പിച്ചതിന് കാരണമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത് പൾസർ സുനി ജയിലിലായിരുന്നു എന്നതാണ്. എന്നാൽ ഇതിനിടയിൽ പൾസർ സുനി വീട്ടിലെത്തിയിരുന്നു, കോടതിയിലെത്തിയിരുന്നു. പിന്നീട് ഇടക്കാലത്ത് നടൻ മുകേഷിൻ്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു. അത് അന്വേഷണ സംഘം മറച്ചുവെച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ദിലീപുമായി പ്രോസിക്യൂഷൻ ബന്ധപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കാത്തതിനാലാണ് ദിലീപിനെ വിട്ടയച്ചത് എന്ന് കോടതി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, അപ്പം ഇതാണ് ഈ കണ്ടെത്തിയത്. ഇനി ഷപ്ന അറിയേണ്ട മറ്റൊരു കാര്യം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാകുകയും ഈ നടി തന്നെ ഹൈക്കോടതിയിൽ പരാതി നൽകുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവിൽ കൃത്യമായി, ഈ ഉത്തരവിൻ്റെ ഭാഗമായി വരേണ്ടതല്ലെങ്കിൽ പോലും ഈ ഉത്തരവിൽ കൃത്യമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് കോടതി കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതിലെ 8 ഫയലുകൾ, അതായത് ഈ ദൃശ്യങ്ങൾ അടങ്ങിയ 8 ഫയലുകൾ
സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ ചോർന്നതോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തു പോവുകയോ ചെയ്തിട്ടില്ല എന്ന് കോടതി ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8 ഫയലുകൾ സുരക്ഷിതമാണ്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദങ്ങളെക്കുറിച്ച് കോടതിയുടെ കണ്ടെത്തൽ ഇതാണ്. കോടതി അത് പരിശോധിച്ചു. 8 ഫയലുകൾ സുരക്ഷിതമാണ്. ഒരു തരത്തിലും ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പോവുകയോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ ഈ ഹാഷ് വാല്യൂ മാറിയതിനൊന്നും വിശദീകരണം എന്തെങ്കിലും പറയുന്നുണ്ടോ ഷപ്ന? ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലിരിക്കെ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ കോടതികൾ ഇത് പരിശോധിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ തെളിവെടുപ്പും അല്ലെങ്കിൽ കോടതി നടപടികളുടെ ഭാഗമായിട്ട് പരിശോധിച്ചതാണ് എന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് മുമ്പ് ഈ കോടതി തന്നെ അന്വേഷിച്ച് അത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം കോടതി ഉത്തരവിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ, അതായത് 8 ഫയലുകൾ സുരക്ഷിതമാണ് എന്ന് കോടതി പരിശോധിച്ച് ഉറപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ ഷപ്ന, ഇതിപ്പം ഈ കേസ് ഇത്രയും രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു കേസാണ്. ഈ കേസിൽ ആദ്യം കോടതി കുറ്റക്കാരെ, അതായത് ഈ കേസിന്റെ അന്തിമ വിചാരണ, ഈ കുറ്റക്കാർ ആരൊക്കെയാണെന്ന് കോടതി പറയുന്ന ദിവസം അന്നാണ് 7ാം പ്രതി മുതലുള്ളവരെ വെറുതെ വിടുന്നത്. പ്രത്യേകിച്ച് അതിൽ നമുക്കറിയാം ഈ കേസ് വന്ന സമയം മുതൽ ഇതിന്റെ ഫോക്കസ് കേന്ദ്രീകരിച്ചിരുന്നത് നടൻ ദിലീപിലേക്കായിരുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികളെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. അതിനുശേഷം ഈ നടിയുമായി ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുക്കുന്നവരും ഒക്കെയും പറഞ്ഞിരുന്നത് ഈ കേസിൽ ഈ കോടതി ആയതുകൊണ്ടാണ്, നിയമവിദഗ്ധർ അടക്കം പറഞ്ഞിരുന്ന കാര്യമാണ്, ഈ കോടതി ആയതുകൊണ്ടാണ് ദിലീപ് അടക്കമുള്ളവരെ പുറത്തേക്ക് വിട്ടത്. അതല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാകില്ലായിരുന്നു ആ വിധിന്യായം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഈ കോടതി ജഡ്ജി ഹണിയം വർഗീസ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ വിധിന്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും, നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ കോടതി ഉത്തരവാണ്, ആ വിധിന്യായമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, കോടതി പറയുന്ന കാര്യങ്ങളാണ്. ഈ കേസിന്റെ തുടക്കം 2017 നടി ആക്രമിക്കപ്പെട്ട ആ സമയം മുതൽ ഇതൊരു കേസായി വരുന്ന ആ ഘട്ടം മുതൽ 2025 ഇന്നലെയായിരുന്നു ഇതിന്റെ അന്തിമ വാദം നടന്നതും ഇവർക്കുള്ള ശിക്ഷാവിധിയൊക്കെ പ്രഖ്യാപിച്ചതും. അതുവരെ ഈ കേസിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത ഒരാളാണ് ഷപ്ന. ഈ കോടതിയുടെ വിധിന്യായം ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്ന കോടതിയുടെ ഈ കണ്ടെത്തലുകൾ, ഈ ഫൈൻഡിങ്സുകൾ, ഇത് നോക്കുമ്പോൾ ഷപ്നയ്ക്ക് എന്താണ് തോന്നുന്നത്? സേതു, കോടതി ഒരു രീതിയിലും പൊതുവികാരത്തിനൊപ്പം നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരത്തിൻ്റെ പുറത്ത് വിധികൾ നിശ്ചയിക്കാറില്ല. പൊതുവേ നമ്മളുടെ കോടതികൾ, അതായത് ഇന്ത്യയിലെ ജുഡീഷ്യറികൾ അത്തരത്തിൽ പ്രവർത്തിക്കാറുമില്ല എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഈ കേസിലേക്ക് പോകുമ്പോഴും കോടതി ഇപ്പോൾ നിരത്തിയിട്ടുള്ള ന്യായങ്ങൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിൽ ചില തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചു. നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. ദിലീപ് ഈ പൾസർ സുനിയുടെ അമ്മയ്ക്ക് പണം നൽകി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ പണം നൽകിയത് ആദ്യം 10,000 രൂപ നൽകി എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു 30,000 തൊടുപുഴയിൽ വെച്ച് നൽകി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു 1,00,000 രൂപ ഈ അമ്മയുടെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുന്നു. എന്നാൽ ആര് ഈ പൾസറിൻ്റെ അമ്മയ്ക്ക് പണം നൽകി എന്നത് സംബന്ധിച്ച് ഒരിടത്തും ഒരു വ്യക്തമായ രേഖയില്ല. ദിലീപിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്തതായി 2 ദിവസം മുമ്പ് പണം വിഡ്രോ ചെയ്തതായിട്ട് കാണിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അത് മറ്റാവശ്യങ്ങൾക്ക്, സാധാരണ എല്ലാ മാസങ്ങളിലും വിഡ്രോ ചെയ്യുന്നത് പോലെ മറ്റാവശ്യങ്ങൾക്കായി വിഡ്രോ ചെയ്തതാണ് എന്ന നിഗമനത്തിൽ കോടതി എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുർബലമായ തെളിവുകളാണ് കോടതിക്ക് മുന്നിലെത്തിയത്. ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതികൾ ഈ വിഷയത്തെ കാണുന്നത്. ഇപ്പോൾ കോടതി കൃത്യമായ കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ വിധിപ്പകർപ്പ് തന്നെ 1500-ലധികം പേജുള്ള വിധിപ്പകർപ്പാണ്. ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഈ ജഡ്ജ് ഇത്തരത്തിൽ പറയുകയും ചെയ്തത്, ഈ കേസിൽ നിങ്ങൾ വിധിപ്പകർപ്പ് വായിക്കൂ, അതിനുശേഷം വിമർശിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു നിയമപരമായി ഇതിനെ നോക്കുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെളിവുകൾ കൃത്യമായി കണ്ടെത്താൻ പ്രോസിക്യൂഷൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഓക്കെ ഷപ്ന, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി, അത് കേന്ദ്രീകരിച്ചായിരുന്നല്ലോ ഈ കേസ് വന്ന സമയം മുതൽ തന്നെ ഈ അന്തിമ വിധി ഒക്കെ വന്നതിന് ശേഷം നടന്ന ചർച്ചകളൊക്കെയും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതിലെന്തുകൊണ്ടാണ് ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്, ആ കാരണങ്ങളാണ് വിചാരണ കോടതി, ആ കാരണങ്ങൾ ഓരോന്നും വിചാരണ കോടതി പറയുന്ന ആ വിധിന്യായമാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ ന്യൂസ് മലയാളം എത്തിച്ചത്. ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിതയുടെ മൊഴിയിൽ
പൊരുത്തക്കേടുകളുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു. ഈ പൾസർ സുനി പറഞ്ഞ വെളിപ്പെടുത്തലിൽ മേൽ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നിരത്തുന്ന ഒരു വിധിന്യായമാണ് വിചാരണ കോടതി പുറത്ത് വിട്ടിരിക്കുന്നത്. അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്ന്.